കപ്പലിന്റെ ഘടകങ്ങൾ പുനരുപയോഗയോഗ്യമാക്കുന്ന വ്യവസായത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ച് ഭാരതം. 2024 അപേക്ഷിച്ച് 60% വളർച്ചയാണ് ഭാരതം സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഭാരതത്തിൽ കപ്പൽ പൊളിക്കൽ വ്യവസായം. 2.99 ലക്ഷം ടൺ കപ്പൽ ഘടകങ്ങളാണ് കഴിഞ്ഞ വർഷം ഭാരതത്തിൽ പുനരുപയോഗയോഗ്യമാക്കിയത്. 2025 ലോക കപ്പൽ പൊളിക്കൽ വ്യവസായത്തിന്റെ 36% നടന്നത് ഭാരതത്തിലാണ്. 2025 ഈ രംഗത്ത് ഭാരതം 60% വളർച്ച രേഖപ്പെടുത്തി. 2030 ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ റീസൈക്ലിംഗ് കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുകയാണ് ലക്ഷ്യം. സുരക്ഷിതമായ കപ്പൽ റീസൈക്ലിംഗ് സാധ്യമാക്കുന്നതിനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഭാരതത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. 115ഓളം റീസൈക്ലിംഗ് കേന്ദ്രങ്ങൾ ഹോങ്കോങ് കൺവെൻഷൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കപ്പൽ റീസൈക്ലിംഗ് രംഗത്തെ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് ഹോങ്കോങ് കൺവെൻഷനിൽ പരാമർശിച്ചിരിക്കുന്നത്. കപ്പൽ റീസൈക്ലിംഗ് യാർഡുകൾ യൂറോപ്യൻ യൂണിയൻ അംഗീകാരത്തിനുള്ള ശ്രമങ്ങളും ഭാരതം നടത്തുന്നുണ്ട്. ഭാരതത്തിൽ റീസൈക്കിൾ ചെയ്യുന്ന കപ്പലുകളുടെ 40% തുക ക്രെഡിറ്റ് നോട്ടായി നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന ക്രെഡിറ്റ് നോട്ട് ഭാരതത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കപ്പലുകളുടെ നിർമ്മാണ ചെലവിന്റെ ഒരു ഭാഗമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെയാണ് ഭാരതം ഷിപ്പ് റീസൈക്ലിംഗ് രംഗത്ത് മുന്നേറുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.